ഇപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നു. 3 പേരുടെ മരണത്തിനിടയാക്കിയ കൊട്ടാരക്കര നീലേശ്വരത്തെ ടിപ്പർ അപകടത്തിന് കാരണം അമിത വേഗമെന്ന് FIR. ഡ്രൈവറെ പ്രതിയാക്കി മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൂര്യഗായത്രി, ദൃക്സാക്ഷികൾ പറയുന്നു അമിത വേഗം ഉണ്ടായിരുന്നുവെന്ന്. നേരത്തെ തന്നെ വാഹനത്തിന്റെ പഴക്കം സംബന്ധിച്ച വിവരങ്ങൾ വന്നിരുന്നു. 16 വർഷം പഴക്കമുണ്ട്. ഒപ്പം തന്നെ ആ ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഇല്ല എന്ന കാര്യം കൂടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ച് തന്നെയാണോ ഇപ്പോഴത്തെ FIR? പ്രജിൻ, അപകട കാരണം അത് അമിത വേഗതയിൽ ടിപ്പർ ലോറി എത്തിയത് തന്നെയാണ് എന്നുള്ളത് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ദൃക്സാക്ഷികളെല്ലാം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും അത് തന്നെ ഉറപ്പിക്കുകയാണ് പോലീസ്. ഇപ്പോൾ ടിപ്പർ ലോറി ഡ്രൈവറെ പ്രതി ചേർത്താണ് കൊട്ടാരക്കര പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഡ്രൈവറുടെ അലക്ഷ്യമായിട്ടുള്ള വാഹനം ഓടിക്കൽ തന്നെയാണ് ഇത്രയും വലിയ ഒരു ദുരന്തം വരുത്തിവെച്ചത് എന്നുള്ളത് തന്നെയാണ് FIR-ൽ പറയുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തിയാണ് കൊട്ടാരക്കര പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ലോറി ഡ്രൈവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഡ്രൈവറെ പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പോക്കറ്റ് റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ വേഗത കുറച്ചില്ല എന്നുള്ളത് തന്നെയാണ്. ബോധപൂർവം അലക്ഷ്യമായി വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓവർ സ്പീഡിലാണ് ഈ ടിപ്പർ സഞ്ചരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഓവർ സ്പീഡിൽ വന്ന് പോക്കറ്റ് റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് കയറുമ്പോഴും ആ വേഗത കുറച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അതേ അമിത വേഗതയിൽ തന്നെയാണ് പോക്കറ്റ് റോഡിൽ നിന്നും ഇത്തരത്തിൽ മെയിൻ റോഡിലേക്കും കയറിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ അമിത വേഗതയിൽ മെയിൻ റോഡിലേക്ക് കയറിയാൽ അത് ആളുകളെയും ഇതുവഴി വരുന്ന മെയിൻ റോഡിലേക്ക് കയറി അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന വാഹനങ്ങളെ ഇടിക്കും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം അപകടം വരുത്തിവെച്ചു എന്നുള്ളത് തന്നെയാണ് FIR-ൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള പിഴവുകളാണ് 3 പേരുടെ ജീവൻ എടുക്കുന്ന തരത്തിൽ. ഇപ്പോഴും 5 പേർ പരിക്കുകൾ പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന സാഹചര്യത്തിൽ ഒരു അപകടം കൊല്ലത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് കൊട്ടാരക്കര പോലീസിന്റെ FIR. സൂര്യഗായത്രിയാണ് കൊല്ലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.